അതേസമയം യുദ്ധമൊക്കെ അവസാനിച്ച ഗാസയിലെ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ഈജിപ്തിൽ ഇന്ന് രാഷ്ട്ര തലവന്മാരുടെ യോഗം ചേരുകയാണ്. സമാധാന ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും. സഹാധ്യക്ഷത വഹിക്കുമെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുക്കും. അതേസമയം വടക്കൻ ഗാസയിലെ തകർന്ന വീടുകളിലേക്ക് 10,000-കണക്കിന് പലസ്തീനുകൾ മടങ്ങിയെത്തി. ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ. This is a very special event. There are 500,000 people yesterday and today in Israel, and also the Muslim and Arab countries are all cheering. Everybody's cheering at one time. That's never happened before. Usually if you have one cheering, the other isn't. The other is the opposite. This is the first time everybody is amazed and they're thrilled, and it's an honor to be involved, and we're going to have an amazing time, and it's going to be something that's never happened before. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ ചേരുന്നുണ്ട്. അഭിലാഷ്, ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നു എന്നതാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, കഴിഞ്ഞ 2 വർഷമായി ലോകം കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ. പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെങ്കിലും കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന അതിഭീകരമായ യുദ്ധത്തിന് ഒരു താത്കാലിക വിരാമമെങ്കിലും ഇപ്പോൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വരുന്ന 10 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ അതിൽ ബാക്കിയുള്ള ബന്ദികളെ ഇന്ന് വരുന്ന 10 മണിക്കൂറിനുള്ളിൽ വിട്ടു നൽകും. അതിനുള്ള നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു മുഹൂർത്തത്തിനായിട്ടാണ് ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത്. അതുപോലെ 2,000-ഓളം വരുന്ന പലസ്തീനി ബന്ദികളെയും ഇസ്രായേലും വിട്ടു നൽകാൻ ഒരുക്കമായിരിക്കുന്നു. അതിൽ 250-ഓളം പേർ അവർ ജീവപര്യന്തം ഇസ്രായേലിൽ തടവിലായിരുന്നു, അവരെ വിട്ടു നൽകും. അതുപോലെ 1,718 ബന്ദികളെയും ഇസ്രായേൽ കൈമാറും. അങ്ങനെ ഏകദേശം 2,000-ഓളം ആളുകളെയാണ് ഇന്ന് പലസ്തീനിലേക്ക് കൈമാറുന്നത്. അതുപോലെ 20-ഓളം ഇസ്രായേലി ബന്ദികളെയും ഹമാസ് കൈമാറും. അങ്ങനെ ഗാസയുടെ സമാധാന കരാറുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഘട്ടം ഇന്ന് നടക്കുന്ന ഏറെ പ്രധാനപ്പെട്ട ദിനം കൂടിയാണ്. ഈ ഒരു ബന്ദി കൈമാറ്റമാണ് ഈ ഗാസയുടെ വെടിനിർത്തലിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ശുഭാപ്തി വിശ്വാസമുള്ള കാര്യം. എന്തായാലും ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിച്ചിരിക്കുന്നു, അതുപോലെ ഇനി വെടിനിർത്തൽ തുടരും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വെടിനിർത്തൽ അത് ഇനിയും മുന്നോട്ട് പോകും, അത് തുടരുമെന്നുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. ഇന്ന് ഈജിപ്തിൽ 20 ലോകരാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയുടെ പ്രതിനിധി അടക്കമുണ്ടാകും. ഗാസയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഈ മീറ്റിംഗിലായിരിക്കും ചർച്ച ചെയ്യുക. അതിലൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. അതിൽ ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ഹമാസിന്റെ പ്രതിനിധികൾ നേരിട്ടല്ലാതെ പങ്കെടുക്കും. അതുപോലെ ഇന്ത്യ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഈ മീറ്റിംഗിൽ ഉണ്ടാവും. ഇതിൽ ഈജിപ്തും അമേരിക്കയുമാണ് ഇതിൽ അധ്യക്ഷത വഹിക്കുക. ഈജിപ്തിലെ കെയ്റോയിലാണ് ഈ ഒരു ചർച്ച നടക്കുക. അത് ഇന്ന് ഉണ്ടാകും. ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബന്ദികളെ കൈമാറും എന്നുള്ളതാണ് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതനുസരിച്ചുള്ള കൈമാറ്റം ഇന്ന് വരുന്ന 10 മണിക്കൂറുകളിൽ നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതുമായി മാത്രമല്ല, ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ വളരെ ചുരുങ്ങിയ ഹ്യൂമാനിറ്റേറിയൻ സോണിൽ നിന്നിരുന്ന ആളുകൾ സ്വന്തം വീടുകൾ തേടി ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് സ്വന്തം നാട്ടിലേക്ക് അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള ഒരു അവസരമെങ്കിലും നിലവിൽ ഉണ്ടായിരിക്കുന്നു. ഏത് നിമിഷവും തലയിലേക്ക് ഒരു മിസൈൽ വന്ന് പതിക്കുമെന്നുള്ള പേടി താത്കാലികമായെങ്കിലും അവർക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ജോർദാനും റഫ ഇടനാഴി വഴി റഫ അതിർത്തി വഴി നിരവധി ട്രക്കുകളാണ് ഇപ്പോൾ സഹായങ്ങളുമായി ഗാസയിലെ ജനങ്ങൾക്ക് സഹായങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ലോകരാജ്യങ്ങളുടെ എല്ലാ സഹായങ്ങളും അതിലുണ്ട്. അതിൽ നിരവധി ട്രക്കുകൾ അവരെ കയറ്റിവിടാനുള്ള അനുമതി ഇസ്രായേൽ നൽകിയിരിക്കുന്നു. ഇസ്രായേൽ സൈന്യം ഒരു വാഹനത്തെ പോലും തടയുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വാഹനങ്ങളും ഗാസയിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് വേണ്ട ആഹാരങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ മരുന്നുകളും അടക്കം ഗാസയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശുഭകരമായ കാര്യം. ആ കാര്യത്തിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ
ഗാസയിലെ മനുഷ്യർ വളരെ സന്തോഷഭരിതരാണ്. അവർക്ക് അവർക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഗാസയെ സംബന്ധിച്ച്, പലസ്തീനികളെ സംബന്ധിച്ച് അവർക്ക് സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുതെങ്കിലും കഴിഞ്ഞ 2 വർഷമായി അവർ അനുഭവിക്കുന്ന ദുരിതത്തിന് താത്കാലികമായെങ്കിലും ഒരു വിരാമം വന്നിരിക്കുന്നു എന്നുള്ളതിൽ അവർ ഏറെ സന്തോഷഭരിതരാണ്. മാത്രമല്ല, ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇന്ന് ഒരു അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ കൈമാറുന്ന ബന്ദികളിൽ അവർ പ്രധാനപ്പെട്ട 7 പേരുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു. അവരെയും കൂടെ കൈമാറണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരെന്ന് പറയുന്നത് മർവാൻ ബർഗൌട്ടിയും അഹമ്മദ് സാദിഖുമാണ്. ഈ 2 പേരെയും കൂടി കൈമാറണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.